ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് റെഡിയാക്കി എടുത്താലോ. ഇതിനു മുമ്പേ അപ്ലോഡ് ആക്കണം എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ സമയക്കുറവും മടിയും കാരണം അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റായി. എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു സംഭവം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ബേസായിട്ട് ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റിൽ നമുക്ക് ഇതുപോലെ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഇനി സർക്കിൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്താണോ അത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സർക്കിൾസും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ സെൻട്രലായിട്ട് ഹാഫ് ബീഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സർക്കിൾസും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എന്താ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഷോർട്സിൽ ഒതുക്കാമെന്ന് കരുതി. ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിൻട്രസ്റ്റ് വഴിയാണ്. കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ 2 സർക്കിൾസും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ശേഷം നമുക്കിതൊന്ന് ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ചെറിയ 2 പീസ് ഫെൽറ്റ് ഷീറ്റ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ 2 വെട്ടോട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഹെയർ ബോ എടുക്കാം. മെറ്റൽ ഹെയർ ബോ ഉണ്ടെങ്കിൽ അത് മതി, അതല്ലെങ്കിൽ ഇതുപോലെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോ എടുക്കുക. ബ്ലാക്ക് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ 2 സർക്കിൾസും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് ബൗ കൂടെ ഇതിൻ്റെ അടിയിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൗ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് നെറ്റോ അല്ലെങ്കിൽ റിബണോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബൗ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ബൗ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഹെയർ ബാൻഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.